രാവിലെ ഹോട്ടലിൽ എണീറ്റ് വന്നപ്പോൾ ഉള്ള ദൃശ്യം കണ്ടു. മൊത്തം മഞ്ഞ് മൂടി കിടക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ഊട്ടിയിലാണ്. ഇന്നലെ എത്തിയതാണ് ഇവിടെ. ഞങ്ങൾ റൂമിൽ താമസിച്ച് രാവിലെ ഇപ്പോൾ ഊട്ടിയുടെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഊട്ടിയിലെ ഓരോ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ അവസ്ഥ എന്താണ്, അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കറിയില്ല. ഞാനൊന്ന് പോയി നോക്കുകയാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ, റോസ് ഗാർഡൻ, അങ്ങനെയുള്ള ലേക്ക്, എല്ലായിടത്തും നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോഴത്തെ എന്തൊക്കെയാണ് പുതിയ കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ, പുതിയതായിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്നൊക്കെ നോക്കാം. 5-8 മാസമായിട്ട് ലോക്ക്ഡൗണിലാണല്ലോ മൊത്തത്തിൽ. അപ്പോൾ ഇന്നലത്തെ ഞങ്ങൾ താമസിച്ച റൂം നല്ല റൂമായിരുന്നു, കണ്ടു കാണും. നല്ല റൂമായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റിൽ നമുക്ക് കിട്ടി. 1200 രൂപയായിട്ടുള്ളൂ ഒരു റൂമിന്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 4 പേർക്ക് കിടക്കാൻ പറ്റിയ റൂമായിരുന്നു. അപ്പോൾ മൊത്തത്തിലിപ്പം ഗസ്റ്റുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് റേറ്റും പൊതുവിലെ റൂമുകൾക്കൊക്കെ അത്യാവശ്യം റേറ്റും കുറവായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ താമസം? തണുപ്പായതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല എനിക്ക്. ഊട്ടിയിൽ പിന്നെ വന്നാൽ തണുപ്പുണ്ട്. എങ്ങനെയുണ്ട്? എനിക്ക് തണുപ്പായിരുന്നു. ഊട്ടിയിൽ തണുപ്പായിരുന്നു. എങ്ങനെയുണ്ട്? ഊട്ടിയിലേക്ക് വരുന്നത് തന്നെ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടിയല്ലേ, നമ്മുടെ അവിടുത്തെ പെരും ചൂടിൽ നിന്ന്. അപ്പോൾ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തണുപ്പില്ലെങ്കിലാണ് പ്രശ്നം, തണുപ്പ് വേണം. അപ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. രാവിലെ നല്ല കാലാവസ്ഥ അല്ലേ, നല്ല തെളിഞ്ഞ കാലാവസ്ഥ. ഒൻപതരയൊക്കെ ആയപ്പോഴത്തേക്കും മഞ്ഞൊക്കെ അങ്ങോട്ട് പോയില്ലേ? 9 മണി കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ ഈ ഊട്ടി സെൻറ്ററിലേക്ക് അങ്ങനെ മഞ്ഞിൻ്റെ ശല്യം വരാറില്ല, കുറവാണ് മഞ്ഞിൻ്റെ ശല്യം വരുന്നത്. പക്ഷേ കുറച്ചും കൂടെ നമ്മൾ മുകളിലേക്ക് എവിടെയെങ്കിലുമൊക്കെ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഭയങ്കര മഞ്ഞ് വരുന്നത്. ഇപ്പം ഞങ്ങൾ താമസിച്ച ആ ഹോട്ടലിൽ നല്ല മഞ്ഞാണ് ഫുൾ ടൈം. എന്താ ഹോട്ടലിൻ്റെ പേരെന്താ? മിസ്റ്റി റിസോർട്ടോ, മാജിക് മിസ്റ്റി റിസോർട്ട്. ആദ്യം നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ? ഹോട്ടലൊന്നും ആളുകളെ തിരക്കായി വരുന്നുള്ള തിരക്കുണ്ടാവും, ആർക്കറിയാം അല്ലേ? ഗസ്റ്റുകൾ വളരെ കുറവായതുകൊണ്ട് ഗവൺമെന്റ് ഓഫീസ് ജീവനക്കാർ മാത്രമേ രാവിലെ. ശരിക്ക് നല്ല സീസൺ ടൈം ആണെങ്കിൽ ഇതുകൊണ്ട് ഈ റോഡ് ഇപ്പം ബൊട്ടാണിക്കൽ ഗാർഡന്റെ നേരെ മുൻപിലുള്ള റോഡ് തന്നെ, ഇതൊക്കെ നല്ല നിറഞ്ഞ ആളുകൾ പാസ് ചെയ്യണ്ടാവും. സമയം 9:15 ടൈമായില്ലേ, നല്ല ടൂറിസ്റ്റുകൾ അത്യാവശ്യം രാവിലെ മസിൽ പിടിച്ച് നിൽക്കാം റോഡിൽ. ഒരിക്കല്ലേ കുതിര. ഇവിടെ ഒന്നും ആരുമില്ല, 1-2 പേരെ പോകുന്നു. ആളുകൾ ഒന്നാമത് ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ പാസ് വേണം, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ആളുകൾ പരമാവധി ഒഴിവാക്കും. പാർക്കിംഗ് ഏരിയയിൽ 2 വണ്ടി വന്ന് നിൽപ്പുണ്ട്. നമ്മുടെ ഇതും കൂടെ ആവുമ്പോൾ 3 വണ്ടി. പണ്ട് നമ്മൾ വന്നപ്പോൾ ഇവിടെ നിർത്തിയിടാൻ സ്ഥലമില്ലായിരുന്നു അല്ലേ? ഉണ്ടല്ലോ അവിടെ എല്ലാം. രാവിലെ ആയതുകൊണ്ടായിരിക്കും അല്ലേ, നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുമ്പിലെത്തി. ഇത് നോക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവസ്ഥ. ഇതൊക്കെ ആരുമില്ല, ഗസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. ഏതായാലും നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പ്രവേശിച്ചു. അവർ പറഞ്ഞത് ഇവിടെ ഗസ്റ്റുകൾ ദീപാവലിക്ക് നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു, ഇപ്പം വീണ്ടും കുറഞ്ഞു വന്നു.
എന്തായാലും ഗസ്റ്റുകളൊക്കെ കുറവാണെങ്കിലും അവർ എല്ലാം വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പൂക്കളൊക്കെ ആ ഫ്രണ്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സൈഡിലുള്ള ഇത് കണ്ടോ, ഈ മറിഞ്ഞു വീണ ചട്ടി പോലെ അവരൊന്നും നേരെ എടുത്തു വെച്ചിട്ടില്ല. ഇതൊക്കെ നല്ല രസത്തിലെല്ലാം ഓരോരോ ഐറ്റം പൂക്കളൊക്കെ ആയിട്ട് നിരത്തി വെച്ചിരിക്കുന്നതാണ് സാധാരണ നമ്മൾ ഫ്ലവർ ഷോയുടെ ടൈമിലൊക്കെ വരുന്നപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഉണ്ടായതുണ്ടായി, അല്ലാത്തത് കരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നമ്മൾ സാധാരണ ഫ്ലവർ ഷോയ്ക്ക് വരുമ്പോൾ ഈ കാണുന്ന സ്റ്റാൻഡുകളൊക്കെ നല്ല വൃത്തിയായി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഇപ്പോൾ നോക്ക്, ഫുൾ കാലിയാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗ്ലാസ് ഹൗസ്, ഇതിനുള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. എന്താണ് ഇതിൻ്റെ എത്ര മാസത്തെ ഗ്ലാസ് ഹൗസ് വലിയ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ഹൗസിനുള്ളിൽ ഇതാ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് പുല്ലുകൊണ്ടുണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് വീഡിയോസ് ഓക്കെ. മാസ്ക് വെച്ചുകൊണ്ടാണോ ഫോട്ടോ എടുക്കുമ്പോൾ നിൽക്കുന്നത്? മാസ്ക് മെല്ലെ താത്തില്ല. ക്ഷണിച്ചില്ലേ? ആ അതെ, ഓക്കെ. എന്താടാ സ്നോവിക്ക് രോമമൊക്കെ ഉണ്ടെങ്കിലും തണുക്കുന്നുണ്ട് കേട്ടോ. പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നല്ലേ. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു സീസൺ ടൈമിലേക്ക് നന്നായി നിറഞ്ഞു വരും. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ആ ഭംഗി വരും. അല്ല, ഇവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം എല്ലാ സമയത്തും ഇങ്ങനെ പൂക്കൾ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല അല്ലേ. അപ്പോൾ ഓരോ പൂക്കൾക്ക് അതിൻ്റെ സീസണുണ്ട്. ആ സീസണിൽ നന്നായിട്ട് വരും. മെയ് മാസത്തിൽ ഏത് പൂവിൻ്റെ സീസണാണ്. അതുകൊണ്ട് ഫ്ലവർ ഷോയിലെല്ലാം നന്നായി വിരിഞ്ഞ് വൃത്തിയായിട്ട് നിൽക്കും. ഈ ഭാഗമൊക്കെ നല്ല കളർഫുള്ളായിട്ട് കാണേണ്ട സ്ഥലമാണ്. പക്ഷെ പൂക്കളുണ്ടോയെന്ന് ചോദിച്ചാൽ പൂക്കളുണ്ട്, അത്രേ ഉള്ളൂ. ഇതൊക്കെ വെട്ടി നിർത്തിയേക്കാണേ. ഇതൊക്കെ ഇനി തളുത്ത് വന്ന് പൂവായി വരണം. അപ്പോഴത്തേക്ക് നല്ല ഭംഗിയാവും. മെയ് മാസത്തിലേക്കുള്ള വെട്ടലാന്ന് തോന്നുന്നു.
നല്ല ഭംഗിയുണ്ട്. മഞ്ഞ് തുള്ളിയാണ് പൂക്കളിലിരിക്കുന്നത് അല്ലേ? ഈ ഉത്സവത്തിനൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചക്രം പോലെയുണ്ടല്ലോ ഇത്. ഇതെന്താ പണ്ടത്തെ പൂച്ചപാലൻ എന്ന് പറയുന്ന പോലത്തെ സാധനമാണ്. എൻ്റെ രൂപം നോക്കി. പ്ലാന്റ്സ് കൺസർവേറ്ററി എന്ന് പറയുന്ന സ്ഥലമാണ്. പുതിയ ഈ മുൾച്ചെടികളിലെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സ്ഥലങ്ങളാണ്. നിറയെ പലതരത്തിലുള്ള മുൾച്ചെടികളാണ്. ആ മുള്ളിൽ കൈ കുത്താതെ നോക്കണേ. ഫുൾ പല പല തരത്തിലുള്ള മുൾച്ചെടികൾ. ഇതിൻ്റെ വലിപ്പം നോക്ക്. ഇതൊരു പൂവാണ് കായാണത്? പൂവാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഭംഗിയുണ്ട്. എത്ര വർഷമായി കാണുമല്ലേ ഇത്? നല്ല വലിപ്പമുണ്ട് കേട്ടോ. നോക്ക്, ഒരു പൈൻ ട്രീയുടെ വണ്ണം കാണണം നോക്ക്. എൻ്റെ അമ്മോ, ഉണ്ടോ എൻ്റെ മണ്ടയിലേക്ക്? ഒരു5 പേര് വട്ടം നിന്ന് പിടിച്ചാൽ എത്തൂല കേട്ടോ, അത്രയ്ക്ക് വട്ടമുണ്ട്. നല്ല രസമല്ലേ ഇത്? നമുക്കിതിൻ്റെ അകത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം. വാ, എൻ്റെ അമ്മ, നല്ല ഭംഗിയുണ്ടല്ലേ? എത്ര കാലങ്ങൾക്ക് ശേഷമായിരിക്കുമല്ലേ ഇത് ഇങ്ങനെയൊക്കെ നായി കിട്ടിയ? വർഷങ്ങളുടെ വളർച്ച. ഇവിടുത്തെ പൂക്കളെ പോലെ തന്നെ രസമാണ് ഇവിടുത്തെ മരങ്ങളും. ഡിഫറെൻറ്റ് ടൈപ്സ്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ വളരെയധികം തിരക്കും കച്ചവടമൊക്കെ ഉണ്ടായിരുന്ന സ്നാക്ക് ബാറാണ്. തുറക്കുന്നു പോലും ഇല്ലാതെ. ഊട്ടിയിലെ മനോഹരമായ ലോൺ, അത് നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ സമ്മതിക്കേണ്ട കാര്യമാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? പൂക്കളൊക്കെ ഇഷ്ടം ഉണ്ടായിരുന്നോ? അത് ശരിയാ, വീട്ടിലുള്ളതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു അല്ലേ? ബൊട്ടാണിക്കൽ ഗാർഡനിൽ പൂക്കൾ നിലവിൽ കുറവാണ്, എങ്കിലും രസമുണ്ട്. ലോണും മറ്റു കാര്യങ്ങളും മരങ്ങളും എല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഫ്ലവർ ഷോയ്ക്ക്, മെയ് മാസം ഫ്ലവർ ഷോയ്ക്ക് വരുമ്പോൾ കാണുന്ന പൂക്കളുടെ ആ ഒരു ഇത് വിചാരിച്ചിട്ട് ആരും ഇപ്പം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോരണ്ട. പക്ഷേ ഇപ്പോൾ ഈ സീസണിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പൂക്കൾ ഇത്രയും കുറവ്. സീസൺ വരുമ്പോഴത്തേക്കും അടുത്ത മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല പൂക്കളാവും. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അത്യാവശ്യം പൂക്കളും നല്ല ആംബിയൻസിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ സാഹചര്യമൊക്കെ നിലവിൽ ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് പുറത്തേക്ക്
മാർക്കറ്റുകളൊക്കെ ഓപ്പണായി വന്നിട്ടുണ്ട് കേട്ടോ. ബോട്ട് ഹൗസ് ലേക്കിലേക്കാണ് പോണേ. ലേക്കിൽ ഇറങ്ങാനുള്ളൊരു മൂടൊന്നുമില്ല, എന്നാലും അവിടുത്തെ സ്ഥിതി ഒന്ന് പോയി നോക്കാം. ആരുമില്ല. ഇത് നമ്മുടെ ഗേറ്റ്. ഊട്ടി ലേക്കാണ്. ഗേറ്റ് ഒക്കെ പൂട്ടി കിടക്കുന്നത്. മാർക്കറ്റുകളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഊട്ടി ലേക്ക് ഇവിടെയുള്ള ഷോപ്പുകളെല്ലാം അടച്ചിട്ടിരിക്കുക. ആരും ഊട്ടി ലേക്കിൽ സവാരി ചെയ്യാന്ന് വിചാരിച്ച് ഇപ്പം ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഇത് കണ്ടില്ലേ, ഗേറ്റൊക്കെ അടച്ച് ഇവിടുത്തെ ഷോപ്പുകളെല്ലാം ക്ലോസ്ഡാ. സവാരി വേണ്ടപ്പോ. ഊട്ടി ബോട്ട് ഹൗസ് സഞ്ചാരികൾ ആരും ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന ബോട്ട് ഹൗസ്. ഊട്ടി ലേക്ക് കണ്ട. ഊട്ടി ലേക്ക് 5-8 മാസമായിട്ട് വർക്കിംഗ് ഇല്ലാതെ കിടന്നിട്ട് പോലും ഇതിൻ്റെ കളറൊന്നും നന്നായിട്ടില്ല കേട്ടോ. റോസ് ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കാണുന്നത്. മൊത്തത്തിൽ ക്ഷീണം കേട്ടോ. ഇതിലൊക്കെ നിറഞ്ഞ് തിങ്ങി പൂക്കളുണ്ടാകേണ്ടതാണ്. നമ്മൾ ഈ സമയം സീസൺ അല്ലാത്തതുകൊണ്ട് തീരെ പൂക്കൾ കുറവാണ്. പുൽത്തകടികളൊക്കെ നല്ല വൃത്തിയായിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലിയറാണ്. റോസ് ഗാർഡൻ്റെ നിറഞ്ഞ് നിൽക്കുന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ശരിക്കിത്. പൂക്കൾ വളരെ കുറവായതുകൊണ്ട് കുട്ടികളൊന്നും ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ. അതുകൊണ്ട് ഞാൻ മാത്രമേ ഇങ്ങ് ഇറങ്ങിയിട്ടുള്ളൂ. റോസ് ഗാർഡൻ കണ്ടില്ലേ? റോസ് ഗാർഡന് ഒന്നാമത് ഇതൊരു സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇത് ഏറ്റവും പ്രശ്നം. ഇനിയിപ്പോൾ അതെ, വിസിറ്റേഴ്സും വളരെ കുറവാണ്. വിസിറ്റേഴ്സും കുറവാണ്. അല്ല, ഇനിയിപ്പോൾ മെയ് മാസത്തേക്ക് അത് നല്ല കണ്ടീഷനായി വളരാൻ പാകത്തിന് ഇപ്പോൾ അവിടെ വെട്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് തളുത്ത് വന്ന് പുതിയ പൂവായി അടുത്ത ഫ്ലവർ ഷോയുടെ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പൂക്കളാവും. പിന്നെ അതുകൊണ്ട് ഞങ്ങള് പോന്നില്ല. ഞങ്ങൾ ഇവിടുന്ന് താഴേക്ക് നോക്കിയപ്പോ തന്നെ ഒരു എല്ലാം കൊഴിഞ്ഞു പെറുക്കിയൊക്കെ നിക്കാം. അപ്പൊ ഒരു രസമില്ലാത്തോണ്ട് ഞങ്ങൾ ഇതിന്റെ ഉള്ളിലിരുന്നു. ഇവരിവിടെ 6-7 തവണ ഇതിനകത്ത് വന്നിട്ടുള്ളത്, കയറിയിട്ടുള്ളത്. അപ്പോൾ മിക്കവാറും ഞങ്ങളൊരു 2-3 വർഷം മുമ്പ് വരെയൊക്കെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഊട്ടിയിൽ ഒരു വിസിറ്റ് ഉണ്ടാകുന്നതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ഒരവസ്ഥ ദയനീയമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇതുണ്ട് ദൊഡ്ഡപേട്ട പീക്ക്. ഇതൊക്കെ അടവാണ്. ഇവിടുന്ന് നമ്മൾ നേരെ കോത്തഗിരി റോഡിനാണ് പോണത്. ഞങ്ങൾ ഇന്നത്തെ ചോറ് കുക്കറിൽ അവിടെ പപ്പ എഗ് ഇന്ന് മുട്ട ഓംലെറ്റ് ആണ് കേട്ടോ സ്പെഷ്യൽ ഐറ്റം. ഇന്ന് ഊട്ടിയിൽ മീൻ കിട്ടിയില്ല. മീൻ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ മുട്ടയിലേക്ക് എഗ് ഓംലെറ്റ്. ഇനി എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ.
ഇവിടെ പ്ലാസ്റ്റിക് പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്, അതുകൊണ്ട് ഞങ്ങൾ പ്ലാസ്റ്റിക്കോ വേസ്റ്റുകളോ ഒന്നും ഇവിടെ ഇടുന്നില്ല. ഇത് ഞങ്ങളുടെ സ്നോവി ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. വിശക്കുന്നുണ്ടോടാ? വെളിച്ചെണ്ണ കിട്ടുന്നില്ല. വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിക്കണേ. ഇതുണ്ടോ, ടൈറ്റായിപ്പോയി, ഫുൾ ടൈറ്റ്. മോര് കറി, മുട്ട ഓംലെറ്റ്, ബീഫ് ഫ്രൈ, ഇനി അച്ചാറും കൂടെ. ഓ സൂപ്പർ. ഓക്കെ, മോരോട് ഉണ്ടോ ഭക്ഷണം കഴിക്കുന്ന ആ സ്ഥലം കണ്ടോ, നല്ല ആംബിയൻസിലാട്ടോ. ഓ ഈ ഭക്ഷണത്തിൻ്റെ രുചി ഒന്ന് വേറെ അല്ലേ? വീട്ടിൽ നിന്ന് കഴിക്കുന്ന ചോറ് റോട്ടിൽ പോയി നിന്ന് കഴിക്കാനാ? അത് വേണ്ടി വരും. അപ്പൊ നമ്മള് ചോക്ലേറ്റ് ഫാക്ടറി, ടീ ഫാക്ടറി ഒക്കെ കണ്ട ശേഷം ഊട്ടിയോട് വിട പറയാ. ബൈ ബൈ ഊട്ടി അല്ലേ ദിയ? അറിയാം. അപ്പൊ നമുക്ക് ഊട്ടിയോട് വിട പറയാം. ഇനി കാണും വരെ വണക്കം അല്ലേ? അടുത്ത തവണ കാണും വരെ. ഏതായാലും ഊട്ടിയിൽ വരുന്നവരോട് എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഇപ്പം നല്ല തണുപ്പാണ്. വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ, അതുകൊണ്ട് വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് ഊട്ടിയിൽ താമസിക്കണമെങ്കിൽ എന്തായാലും സ്വെറ്റർ അത്യാവശ്യമാണ്. സ്വെറ്റർ, ജാക്കറ്റ്, പിന്നെ നമ്മുടെ ഏതെങ്കിലും മാങ്കി കാപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പോകുന്നുള്ള, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ നമ്മൾ പെട്ടുപോകും. പിന്നെ നമ്മുടെ മറ്റേ ആ പുതപ്പും കൂടി എടുക്കണേ നന്നായിരിക്കും അല്ലേ? ബ്ലാങ്കറ്റ്, വൃത്തിയുള്ള പുതപ്പൊക്കെ പുതച്ച് കിടക്കണം എന്നുള്ളവർക്ക് സ്വന്തം വണ്ടിയിൽ പോരുവാന്നുണ്ടെങ്കിൽ ബ്ലാങ്കറ്റും കൂടി എടുത്തോണ്ട് പോരാ. അപ്പൊ ഈ കൊറോണ കാലത്തെ നമുക്ക് അവരുടെ ബ്ലാങ്കറ്റ് ഒന്നും ഉപയോഗിക്കാതിരിക്കാം, ഹോട്ടലുകാരുടെ ബ്ലാങ്കറ്റ് ഒന്നും ഉപയോഗിക്കാതിരിക്കാം. അതൊരു വലിയ ഗുണമാണ്. പൈൻ ട്രീസ്, പൈൻമരക്കാടുകൾ. നമ്മുടെ ഊട്ടിയിൽ നിങ്ങൾ പോരുമ്പോൾ തന്നെ കാണുന്നൊരു സീനാണ്. ഇതിൻ്റെ നേരെ താഴെ പൈക്കര ഡാമാണ്, അതിൻ്റെ വെള്ളവും എല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള ഏരിയയാണ്. നല്ല ഭംഗിയല്ലേ? നമ്മുടെ അടുത്ത് ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ ഊട്ടി തന്നെ വരണം. ഇത്രയും പൈൻ മരങ്ങൾ ഒരേപോലെ നിൽക്കുന്ന കാണാൻ. നമ്മുടെ ഷൂട്ടിംഗ് പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഷൂട്ടിംഗ് പോയിന്റ് വെൻലോക്ക് ഡൗൺ നേച്ചർ ട്രെയിൽ, തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഗേറ്റ്, ആദ്യം വന്നപ്പോൾ ഇങ്ങനെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് പുതിയതാ, പുതിയൊരു ഗേറ്റും പിന്നെ എന്താ വെൽക്കമിങ് ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ടൂറിസം ഈസ് ക്ലോസ്ഡ് ആൻഡ് ട്രെസ്പാസ് ഈസ് ആൻ ഒഫൻസ്. ഇവിടെ എന്തൊക്കെയോ അവർ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇവിടെ ഒരു നല്ല പുൽത്തകിടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. നമ്മൾ ഊട്ടിയിൽ നിന്ന് പോരുമ്പോൾ, ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർക്ക് പോരുമ്പോൾ ഷൂട്ടിംഗ് പോയിൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഷൂട്ടിംഗ് പോയിൻ്റ് ക്ലോസ്ഡ് ആണ്, പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു സ്ഥലം. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ആ മറ്റേ സ്ഥലങ്ങളൊക്കെ ബ്ലോക്ക് ആയതിൻ്റെ പേരിലായിരിക്കും ഒരു പക്ഷേ ഇവർ ഇവിടെ ഉണ്ടാക്കിയെടുത്തായി തോന്നുന്നു. കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടോ,
ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. അവർ സ്വന്തമായിട്ട് ഫുഡൊക്കെ ഒന്ന് കുക്ക് ചെയ്തു അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഏതായാലും ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒക്കെ ഒരു ചായയൊക്കെ കുടിച്ച് പോവാം. നീ ഇത് കണ്ടോ, ഇവിടുന്ന് കാണുന്ന ആ ബ്യൂട്ടി നോക്ക്, നല്ല ഭംഗിയുണ്ട്. അപ്പുറത്തെ അങ്ങ് മലയുടെ മുകളിലൊക്കെ ഉണ്ടല്ലോ ചെമ്മരിയാടുകൾ. പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ക്യാമറയിൽ അത്രയ്ക്ക് സൂമും കിട്ടില്ല. ചെമ്മരിയാടുകൾ ഒക്കെയാണ്. അതിൻ്റെ താഴെ നിറയെ ക്യാരറ്റിൻ്റെയൊക്കെ കൃഷിയാണ് കേട്ടോ. ക്യാരറ്റ്, കാബേജിൻ്റെയൊക്കെ കൃഷികൾ. പിന്നെ ആ സൈഡ് നോക്കി എന്താ ഭംഗി നോക്ക്, മൊട്ടക്കുന്ന്. നോക്കട്ടെ ചായ ഒക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ചായയും മിച്ചറും കഴിക്കുക. ഇങ്ങണ്ട് ചായ കണ്ട് ഈവനിങ് സ്പെഷ്യൽ. ഈവനിങ് വൈബ് അല്ലേ? വേണ്ട പന്നി കുഞ്ഞുങ്ങളും. എന്താ കളർഫുൾ ആയിട്ടുള്ളതല്ലേ, എന്ത് രസം നോക്കിന്റെ കളറ്. എന്താ കാണുന്നത്, സൂര്യപ്രകാശം കൂടെ അടിച്ചപ്പോഴത്തേക്ക് നല്ല ഭംഗി. കൂടല്ലൂർ ടൗണിലെത്തി. അപ്പം ഞങ്ങൾ പ്ലാനിലൊരു ചെറിയ മാറ്റം വരുത്തിയേ. മാറ്റം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടുന്ന് നേരെ ഗുണ്ടൽപേട്ട് വഴി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഗുണ്ടൽപേട്ട് വഴി പോവുകയാണെങ്കിൽ നമുക്ക് ഈ റോഡും മറ്റേ ബന്ദിപ്പൂർ ഫോറസ്റ്റും മുത്തങ്ങ ഫോറസ്റ്റും നമുക്ക് ക്രോസ് ചെയ്ത് പോകാം. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കർണാടക സ്റ്റേറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ.